കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ആധുനിക മനുഷ്യൻ, അതിൽ അധിക പങ്ക് ആളുകളും ഇന്ന് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ സാക്ഷാൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം അനേകം അന്യദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. ധനമാണ് ചിലരുടെ ദൈവം. ധനം വാരിക്കൂട്ടുന്നവരെ ധനദേവത കനിഞ്ഞനുഗ്രഹിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട്. എങ്കിലും പണമുണ്ടെങ്കിലേ ഇക്കാലത്ത് സമുദായത്തിലും സമൂഹത്തിലും മാന്യസ്ഥാനം ലഭിക്കുകയുള്ളൂ എന്നറിഞ്ഞ് ധനത്തെ ദൈവമായി കാണുന്ന അനേകരെ നമുക്ക് ദർശിക്കാം. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പാളം തെറ്റിയ പ്രയാണം, ലഹരി പദാർത്ഥങ്ങൾ മുതലായവയാണ് ചിലർക്ക് ദൈവങ്ങൾ. വേറെ ചിലർ സ്വന്തം മക്കളെ തന്നെ ആയിരിക്കും ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. ഇങ്ങനെ സാക്ഷാൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് തൽസ്ഥാനത്ത് നിരവധി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്ന ഒരവസ്ഥയാണ് ഈ ആധുനിക ലോകത്തിൽ എവിടെയും കാണുന്നത്. എന്നാൽ ഇതിനേക്കാൾ വിപൽക്കരമായ മറ്റൊന്നുണ്ട്. ദൈവഭക്തിയിലുള്ള അഹങ്കാരമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ കുത്തകക്കാരെന്ന് അഭിമാനിക്കുന്ന ചിലർ തങ്ങളുടെ വേദപാണ്ഡിത്യത്തിൽ അഹങ്കരിക്കുന്നു. ദൈവശാസ്ത്ര പാണ്ഡിത്യത്തെ ദൈവമായി കരുതുന്നതും മറ്റൊരു തരത്തിലുള്ള വിഗ്രഹാരാധനയല്ലേ? ചിലർ ദൈവത്തിനു വേണ്ടി വക്കാലത്ത് പിടിക്കുന്നു. ദൈവത്തിന് ആരും കുടപിടിച്ചു കൊടുക്കേണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവർ ഓർക്കുന്നതും ഇല്ല. തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം ഉദാത്തമായ ഭക്തിയിലാണെങ്കിലും ഒടുക്കം തകർന്ന് തറപറ്റിയുള്ള പലരെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ടല്ലോ. മഹാനായ ദാവീദ് രാജാവിന്റെ പുത്രനായ ശലോമോൻ കേവലം ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ രാജ്യഭാരം കയ്യേൽക്കേണ്ടതായി വന്നു. ദൈവം ഒരു സ്വപ്നത്തിൽ ശലോമോന് ദർശനമേകി, നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുൾ ചെയ്തു. രാജ്യം ഭരിക്കുന്നതിനും ന്യായപാലനം നടത്തുന്നതിനും ആവശ്യമുള്ള ജ്ഞാനവും വിവേകവും നൽകണമേ എന്നായിരുന്നു ആ ബാലന്റെ പ്രാർത്ഥന. ഇതിൽ ദൈവം പ്രസാദിക്കുകയും ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും ഉള്ളതിനേക്കാൾ അധികം ജ്ഞാനവും വിവേകവും ധനവും മാനവും നൽകുകയും ചെയ്തു. അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ യെരൂശലേം ദേവാലയം നിർമ്മിക്കുകയും മഹാജ്ഞാനിയായ രാജാവെന്ന പ്രശസ്തി നേടുകയും ചെയ്തു. എന്നാൽ അജിരേണ അദ്ദേഹം തെറ്റുകളിലേക്ക് മുഴുകി വീണു. അനേക ഭാര്യമാരെ അദ്ദേഹം സമ്പാദിച്ചു. വിജാതീയരായ ഭാര്യമാർക്ക് വേണ്ടി പൂജാഗിരികൾ നിർമ്മിച്ചു കൊടുത്തു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായി സോളമൻ ഉയർന്നെങ്കിലും ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചതിനാൽ അദ്ദേഹം ദൈവ കോപത്തിന് ഇരയായി മാറി. ഇസ്രായേലിന്റെ രാജ്യത്വം സോളമന്റെ സന്തതികൾക്ക് നൽകാതെ അദ്ദേഹത്തിന്റെ ദാസന്റെ മകന് നൽകപ്പെട്ടു. ഭക്തിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും സമ്പത്തിലും മറ്റും അഹങ്കരിക്കുന്ന ഏവർക്കും ഇതുപോലെയുള്ള പതനം ഉണ്ടാകാം. പ്രിയമുള്ളവരെ, സോളമൻ പിൽക്കാലത്ത് തന്റെ പ്രതാപകാലത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സകലവും മായ മായ എന്ന് പറഞ്ഞ് വിലപിച്ചു. പക്ഷേ വളരെ വൈകിയ വേളയിലായിപ്പോയി ഈ ബോധോദയം എന്നുള്ളതാണ് സത്യം. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ശീലങ്ങൾക്കോ ദുശീലങ്ങൾക്കോ ധനത്തിനോ സമ്പത്തിനോ പ്രൗഢിക്കോ പദവിക്കോ മക്കൾക്കോ ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയല്ലേ നമുക്ക് ആവശ്യം എന്ന് ചിന്തിച്ച് ആ ദൈവിക കൃപയിൽ നിറയുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചില ചിതറിയ ചിന്തകൾ പങ്കിട്ടു എന്ന് മാത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.